അമ്മേ ഒരു സീറ്റ് വാങ്ങിക്കപ്പാ. അമ്മേ ഹലോ സാറേ ഒരു ടിക്കറ്റ് വാങ്ങിക്കാം, ഓടി എടുക്കാം. ലോട്ടറി എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ ആ ഭാഗ്യം നമ്മളിലേക്ക് എത്തിക്കുന്ന സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരുടെ ജീവിതം എങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർക്കും ഏറെ ബുദ്ധിമുട്ടുകളുണ്ട് ജീവിതത്തിൽ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. സ്വന്തം മക്കളെ പഠിപ്പിക്കാനും വേണ്ടപ്പെട്ടവരുടെ ചികിത്സയ്ക്കും കുടുംബം പുലർത്താനും മറ്റും രാപ്പകലില്ലാതെ കയ്യിൽ ലോട്ടറിയുമായി അലയുകയാണിവർ. ഈ 12 വർഷം കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവ് സുഖമില്ലാത്തത്, ഇപ്പം ഞാനും സുഖമില്ലാത്തത്. ഇതിൽ നിന്ന് ചെറിയ വരുമാനമുണ്ട്. വാടക കൊടുക്കണം, വീട് വാടക വീടാണ്. 2 പിള്ളേരുള്ളത് പഠിക്കണം. ഇതിനെ കിട്ടണം 4 വയറ് കഴിയണം, വാടക കൊടുക്കണം. ഭർത്താവിന് 10-4,000 രൂപ മരുന്നിനാവും, എനിക്ക് മരുന്ന് വാങ്ങിക്കണം. എന്നാലും ഒരു 10-500 രൂപ ഒപ്പിക്കും എങ്ങനെയെങ്കിലും ഓടി നടന്ന്. ഇത്ര വയ്യെങ്കിലും ആളുകളെ പിറക്കേന്ന് കുറച്ച് സമയം നടക്കും, വടി ഊന്നി. ഒരു ലോട്ടറി വിറ്റുപോകുമ്പോൾ കിട്ടുന്നത് വെറും 6 രൂപ മാത്രമാണ്. 200 രൂപ പോലും തികച്ചു കിട്ടാത്ത പല ദിവസങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട്. ഈ വെയിലത്ത് കൊണ്ട് നടന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ടിക്കറ്റ് വിറ്റാൽ 6 രൂപയാണ് ഒരു ടിക്കറ്റിൽ കിട്ടുന്നത്. ഈ ബുദ്ധിമുട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ പ്രൈസും ഇല്ല. ഇതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. കാലത്ത് മുതൽ വൈകുന്നേരം അങ്ങനെ കിടന്നാൽ നമുക്ക് 200 രൂപ 300 രൂപ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നത്. കുടുംബത്തിലെ കഷ്ടപ്പാടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും താങ്ങാവുന്നതിൽ അധികമാകുമ്പോഴും മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടാതെ കച്ചവടം ചെയ്ത് ജീവിക്കണമെന്നാണ് ഇവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആളുകളുടെ മോശം പ്രതികരണം പോലും വകവയ്ക്കാതെ ഇവർ കച്ചവടം നടത്തുന്നത്. ഇനി ചേട്ടനാണ് തുടങ്ങിയെങ്കിൽ എൻ്റെ പേരനാണ് ക്ഷേമനിധിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എടുത്ത് അങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സമയം ചേട്ടന് സുഖമില്ലാതായി. ഒരു വശം തളർന്നു പോയി. തളർന്നപ്പോഴത്തേക്ക് പിന്നെ അവരെ കൊണ്ട് നിവർത്തിയില്ല, എന്നെയും കൊണ്ട് നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആശുപത്രിയിൽ 2 പേര് വേണം. അപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളു. ആളുകൾ ചിലവർക്ക് ചില മനസാക്ഷിയാണ്. ചിലവർ പറയും ഇത് വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ സ്ഥലമില്ല, ഈ പണം കൊണ്ട് വയ്ക്കാൻ നമുക്കില്ല, നിങ്ങളെടുത്തോ, അല്ലെങ്കിൽ ഇത് വിൽക്കണ്ട, നിങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ കോടീശ്വരി ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയും. ബിസിനസ്സാണ്. നമ്മളപ്പോഴും പറയും ബിസിനസ്സാണ്, ബിസിനസ് വിറ്റാലേ പറ്റുള്ളൂ. എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയല്ലേ, വീട്ടിൽ വയ്ക്കാൻ പറ്റുമോ? നാക്കാണ് നമ്മളെ ഉപജീവന മാർഗം. ഈയിടെയായി കച്ചവടം കുറവാണ്. അതിന് പ്രധാന കാരണം സമ്മാനത്തുക കുറവാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ലോട്ടറി എടുക്കുന്നതും കുറഞ്ഞു. പ്രൈസ് അടിക്കുന്നത് ഒരു പ്രൈസ് അടിക്കുന്നില്ല. ആളുകളെ പറ്റിക്കുന്ന ടിക്കറ്റാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ പ്രൈസ് തന്നിട്ടുണ്ട്, 5 ലക്ഷമൊക്കെ നേരത്തെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അടിക്കണില്ല ആൾക്കാർ. കച്ചവടം നമ്മൾ ഒരുപാട് ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്നാൽ നമുക്കിപ്പോൾ ബിസിനസ് പോയി, ആരും എടുക്കണില്ല. പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ആരും എടുക്കണില്ല. കച്ചവടമൊക്കെ വളരെ കുറവ് തന്നെ. ആദ്യമൊക്കെ ആണെങ്കിൽ പ്രൈസൊക്കെ ഇഷ്ടംപോലെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം പിന്നെ വളരെ കുറവാണ്. പ്രൈസുകളൊന്നുമില്ല, കച്ചവടമൊന്നും ശരിയാവണ്ണം നടക്കുന്നില്ല. മൊത്തക്കച്ചവടക്കാരും സമ്മാനത്തുക കുറവായതുകൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ വഴിയോര ലോട്ടറി കച്ചവടക്കാരെക്കാളും ആളുകൾ കൂടുതലും മൊത്തക്കച്ചവടക്കാരെ ആശ്രയിക്കുന്നു. 6 കയ്യിൽ ചോദിച്ചാലും ടിക്കറ്റ് കാണും. പക്ഷെ അപ്പം 1-2 വെച്ച് ഇവിടെയും വന്ന് എടുക്കാം, അവിടെയും അവരുടെ കച്ചവടക്കാരുടെ കയ്യിലും എടുക്കും. പക്ഷേ സർക്കാർ വിൽക്കുന്ന ടിക്കറ്റിൽ പ്രൈസ് കുറവാണ്, വളരെ പ്രൈസ് കുറവാണ്. ഈ പ്രൈസ് കുറവുള്ളതുകൊണ്ട് കച്ചവടങ്ങളില്ല, ടിക്കറ്റ് ആൾക്കാർ ഇഷ്ടപ്പെട്ടെടുക്കുന്നില്ല. ഏകദേശം ഒരു 2 ആഴ്ചയോളം മഴയായതുകൊണ്ട് അതിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ ഒരു കുറവുണ്ട്. എന്നിരുന്നാലും സ്ഥിരമായിട്ട് എടുക്കുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരും വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ വഴിയോര കച്ചവടക്കാർ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ, അവരുടെയൊക്കെ കച്ചവടം ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി വരുന്നവരൊക്കെ കൂടുതലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെയാണ് വന്ന് കൂടുതൽ ലോട്ടറി എടുക്കുന്നത്. പൊരിവെയിലിനെയും കനത്ത മഴയെയും മാത്രമല്ല, ആളുകളുടെ കളിയാക്കലുകളെയും തരണം ചെയ്താണ് ഇവർ ജീവിതത്തോട് പോരാടുന്നത്. ലോട്ടറി വാങ്ങുന്നവർക്ക് അത് കേവലം ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണ്. എന്നാൽ വിൽക്കുന്നവർക്ക് അതങ്ങനെയല്ല. ഒരു നേരത്തെ അന്നത്തിനപ്പുറം ഉറ്റവർക്ക് വേണ്ടിയുള്ള കരുതൽ കൂടിയാണ് ഈ കച്ചവടം. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനോടൊപ്പം ലക്ഷ്മി രേണുക, M5 ന്യൂസ്, തിരുവനന്തപുരം.